കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളിരിക്കുന്ന ഇടത്ത് വരാനൊത്തതിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ TV പ്രോഗ്രാം കാണുന്ന ഒരു അമ്മച്ചി എന്നെ കണ്ടപ്പോൾ പറയുക, ഒരു സ്ഥലത്ത് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ പറയുക, ബ്രദർ എന്നും ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, എത്ര സന്തോഷമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ. തങ്കു ബ്രദറും ഈ അവസരത്തിൽ നിങ്ങൾക്ക് പ്രത്യേക വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്നും വരുന്നുണ്ട്, പക്ഷേ നിങ്ങളെയൊക്കെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് TV പ്രേക്ഷക മീറ്റിംഗ്. നമ്മൾ കഴിവുള്ളിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും TV പ്രേക്ഷക മീറ്റിങ്ങുകൾ വെക്കുന്നുണ്ട്. നിങ്ങളുടെ സമീപത്ത് TV പ്രേക്ഷക മീറ്റിംഗ് വെക്കുമ്പോൾ വരണം. നിങ്ങളാ മീറ്റിങ്ങിൽ വരുമ്പോൾ ഒന്ന് ഓർക്കണം, ഈ TV പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരായിട്ടല്ല, പ്രേക്ഷകർ എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പങ്കാളിയായിട്ടാണ് വരുന്നത്. നമ്മുടെ TV കാണുന്ന എല്ലാവരും ഈ പ്രോഗ്രാമിൻ്റെ പങ്കാളികളാണ്. സോ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഇന്നത്തെ പ്രോഗ്രാം ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ കുറച്ച് വചനമാണെങ്കിൽ പഠിക്കണം, ഒരു വിടുതൽ പ്രാപിക്കണം, അങ്ങനെ മാത്രം ആയിരിക്കരുത്. നിങ്ങളും ഞങ്ങളും കൂടെ ചേർന്നാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ചില സത്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ചില ദിവ്യ സ്വഭാവങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ രോഗികളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, പ്രതിസന്ധികളുള്ളവർ അവരുടെ വിഷയത്തിൻ്റെ പരിഹാരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ വിടുതൽ കിട്ടുകയാണ്, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അവരുടെ എന്താ പറയുന്ന അങ്ങനെ അവരതിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട്. നമ്മൾ സാക്ഷ്യം പറഞ്ഞോളൂന്നും കൊണ്ടൊന്നും അല്ല യേശു നമ്മളെ സൗഖ്യമാക്കുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വിടുതൽ പ്രാപിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാകണം. അത് തനിക്കെന്തോ കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് ലഭിച്ച ഒരു വിടുതൽ, എനിക്ക് ലഭിച്ചൊരു നന്മ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ അത് മറ്റൊരാൾക്ക്, ഇപ്പോൾ ക്യാൻസറിന് സൗഖ്യം കിട്ടിയ ഒരാൾ, ആ വ്യക്തിയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് മറ്റൊരു ക്യാൻസർ രോഗിക്ക് എനിക്കും പ്രാർത്ഥനയിലൂടെ വിടുതലിനൊരു സാധ്യത കിടപ്പുണ്ടല്ലോ എന്ന് തോന്നുന്നു. ഈ നമ്മൾ എത്രയോ പേര് TV പ്രോഗ്രാം കാണുകയും ഇതുപോലുള്ള കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ സംബന്ധിക്കുകയും സൗഖ്യമാകുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം, ഇങ്ങനൊരു സൗഖ്യത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് ഇന്നും കേരളത്തിൽ പോലും അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളുടെ കാര്യം ഒന്നും പറയണ്ട. പ്രാർത്ഥനയിലൂടെ വിശ്വാസത്താൽ രോഗസൗഖ്യം കിട്ടുമെന്നോ എന്നാ ഈ പറയുന്നത് എന്നേ ആൾക്കാർ പറയത്തുള്ളൂ. പക്ഷേ ഇന്ന് TV പ്രോഗ്രാം സ്ഥിരം കാണുന്ന നിങ്ങൾക്കും എനിക്കും നമ്മൾക്ക് ഈ എന്ത് അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതല്ലേ. ക്യാൻസറുകൾ സൗഖ്യമായത്, വളഞ്ഞ അസ്ഥികൾ നിവർന്നത്, കണ്ണ് തുറന്നത്, ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ കേസുകളിൽ പോലും കുഞ്ഞുങ്ങളുണ്ടായത്. ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക്, എനിക്ക് തോന്നുന്ന കേരളത്തിലൊക്കെ മിക്കവാറും പേർക്ക് അവരുടെ മനസ്സിൽ തന്നെ ഒരു ധാരണയായി സൗഖ്യത്തിനുള്ള പ്രാർത്ഥനയെ കൂടെ കർത്താവായ യേശു സൗഖ്യമാക്കാൻ ഒരു സാധ്യത കിടപ്പുണ്ടെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അറിവ് എങ്ങനെയാണ് കിട്ടിയത്? പലരുടെയും വിടുതൽ കണ്ടതുകൊണ്ട്. ആകയാൽ കർത്താവിൻ്റെ വലിയ ആഗ്രഹമാണ്, കർത്താവ് ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുക്കുമ്പോൾ അവർ കർത്താവിൻ്റെ സാക്ഷിയാകണം. അത് മറ്റുള്ളവരുടെ വിടുതലിലേക്ക് നയിക്കും. മാത്രവുമല്ല, കർത്താവ് നമുക്കൊരു വിടുതൽ തന്നാൽ ചിലരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും, ഒരു വിടുതൽ കിട്ടും,
അവർ ആ വിടുതലും കൊണ്ട് അങ്ങ് പോവും. പിന്നെ എപ്പോഴെങ്കിലും അവർ ഈ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അടുത്തൊരു പ്രശ്നം വരുമ്പോഴാണ്. നമ്മൾ അങ്ങനെ ആകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിടുതൽ കിട്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് എന്നെ കർത്താവ് വിടുവിച്ചതിന് നന്ദി, ദൈവമക്കളുടെ മധ്യത്തിൽ വന്ന സാക്ഷ്യം പറയുമ്പോൾ കർത്താവിന് നന്ദി പറയുക മാത്രമല്ല, തുടർന്ന് നമ്മളെ കർത്താവ് വിടുവിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മയിൽ കടന്നു വന്ന് വചനം കേട്ട് നമ്മൾ വചനത്തിൽ വളരണം. ഓരോ വിഷയത്തിനും സ്പൂൺ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെപ്പോലെ നമ്മളാകരുതെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മൾ എല്ലാ വിഷയവും വരുമ്പം ദൈവദാസന്മാരെ വിളിക്കും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് ഇന്ന വിഷയമാണ്. പിന്നെ ആ വിഷയം അങ്ങ് മാറി അടുത്ത വർഷം അല്ലെ അടുത്ത മാസങ്ങളിൽ പിന്നെയും ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ അത് വാസ്തവത്തിൽ നമ്മളിപ്പോഴും ആത്മീയത്തിൽ ശിശുക്കളാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ എനിക്ക് പാല് തരണമേ എന്ന് പറഞ്ഞു നമ്മൾ പാലെടുത്ത് കൊടുത്തു. പക്ഷേ എന്നും അങ്ങനെ ഇരിക്കുന്നത് നമുക്കിഷ്ടമില്ല. അവർ പാലെടുത്ത് കുടിക്കുന്നവരായിട്ട് മാറണം, അല്ലേ? അതിനെയാണ് ആത്മീയമായ വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തിരുവചനത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കൊരു വിടുതൽ തന്നാൽ കർത്താവിന് നമ്മൾ പൈസ കൊടുക്കണ്ട, കർത്താവ് സൗഖ്യമാക്കാൻ നേർച്ച കഴിക്കേണ്ട, വഴിപാട് കഴിക്കേണ്ട, ഒരു നാണയവും കർത്താവിന് കൊടുക്കണ്ട. നമ്മുടെ ഒരു നന്മ കൊണ്ടുമല്ല കർത്താവ് സൗഖ്യമാക്കുന്നത്. വിശ്വസിച്ച് ആശ്രയിച്ചാൽ മതി. ഈ യേശു എന്നെ കൈവിടത്തില്ല, എന്നെ സൗഖ്യമാക്കും എന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ അടുക്കൽ ആര് ചെന്നാലും കർത്താവ് സൗഖ്യമാക്കും. ഇന്ന് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചിലരെങ്കിലും ചിലപ്പം വിചാരിക്കുമായിരിക്കും, എനിക്കിതിനുള്ള യോഗ്യതയുണ്ടോ, എൻ്റെ രോഗം സൗഖ്യമാകുമോ? ആകും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ ഒന്നുമല്ല. കർത്താവ് സ്നേഹവാനാണ്. അവൻ രോഗികളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. രോഗികളെ കണ്ടപ്പോൾ ഇവൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഇവൻ്റെ അപ്പനത് ചെയ്തിട്ട് അമ്മ ഇതൊന്നും അല്ല കർത്താവിൻ്റെ മനസ്സിൽ വന്ന്. നമുക്കിതൊക്കെ വരുമല്ലേ? ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രശ്നം കണ്ട ഉടനെ ഇവരുടെ പിതാക്കന്മാരിങ്ങനെ ചെയ്തതാണ്. നമ്മുടെ കർത്താവ് തന്നെ ഒരിക്കൽ പറയുന്നു, ഒരു രോഗിയെ കണ്ടപ്പോൾ ഇവൻ്റെയോ ഇവൻ്റെ പിതാക്കന്മാരുടെയോ ദോഷം കൊണ്ടല്ല ഇത് സംഭവിച്ചത്, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകാനാണ്. അപ്പം കർത്താവ് ഏതൊരു പ്രതിസന്ധികളെയും ദൈവപ്രവൃത്തി വെളിവാകാനുള്ളൊരു സാധ്യതയായിട്ടാണ് കാണുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം, കടബാധ്യത, കുടുംബത്തകർച്ച, എന്തുമായിക്കൊള്ളട്ടെ, അത് യേശു കാണുന്നത് ഒരത്ഭുതത്തിൻ്റെ സാധ്യതയായിട്ടാണ്. ഒരു പരാജയത്തിൻ്റെ പടുകുഴിയായിട്ട് അതിനെ കാണരുത്, ഒരത്ഭുതത്തിൻ്റെ സാധ്യതയായിട്ട് അതിനെ കാണണം. അപ്പോൾ തന്നെ കർത്താവ് അത് വിടുവിക്കുമ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെ കർത്താവിൻ്റെ സാക്ഷ്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നടന്ന ഒരു അത്ഭുത സൗഖ്യമാണ് 10 കുഷ്ഠരോഗികൾ സൗഖ്യമായൊരു സംഭവം. അവിടെ ആ സംഭവം ഞാനൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. കുഷ്ഠരോഗികൾ മനുഷ്യരുടെ അടുക്കൽ ചെല്ലരുത് എന്നായിരുന്നു അന്നത്തെ മതനിയമം. കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനാകണമെന്ന്. അതുകൊണ്ടാണ് അവരകന്ന് നിന്നുകൊണ്ട് പറയുക, യേശുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയ ആത്മീയ ഒരു വെളിപ്പാട് കൂടെ ഇവിടെ ഉണ്ട്. യേശുക്രിസ്തു മറ്റൊരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനാകണം. പക്ഷേ യേശുക്രിസ്തുവിനെ അശുദ്ധനായിട്ട് അന്നത്തെ മതത്തിന് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. കാരണം തൊട്ടയാൾ സൗഖ്യമായി. ഇനിയിപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ടെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളുടെ ഏതെങ്കിലും രോഗമോ പ്രശ്നങ്ങളോ ദൈവത്തെ ബാധിക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, അവിടുത്തെ അത്ഭുത ശക്തിയാൽ നമ്മുടെ അശുദ്ധികൾ മാഞ്ഞു പോകുകയാണ്. ദൈവത്തെ അശുദ്ധി ബാധിക്കുകയല്ല, മറിച്ച് കർത്താവിൻ്റെ പരിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അശുദ്ധി മാഞ്ഞു പോവുക.
ഒരു ദൈവശക്തിയാണ് അവിടെ വെളിപ്പെട്ടത്. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ തൊട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇവിടെ മറ്റൊരു രീതിയിലാണ് കർത്താവ് ചെയ്യുന്നത്. നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുമെന്ന് പറഞ്ഞു. ആരാ പുരോഹിതനെ കാണിക്കേണ്ടത്? സൗഖ്യമായവരാണ് കാണിക്കേണ്ടത്. അവരുടെ ലേവ്യ പുസ്തകത്തിലെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ബാധിച്ചാൽ അവനെ പാളയത്തിന് പുറത്ത് വീട്ടിൽ നിന്നൊക്കെ അകറ്റി മാറ്റി അവനെ ഭ്രഷ്ടനാകും. അവൻ്റെ ശരീരത്തിൽ എപ്പോഴൊരു സൗഖ്യമുണ്ടായാൽ തിരികെ മതപരമായിട്ട് അവനൊരു ചില ആചാരങ്ങൾ ചെയ്യണം. ദേവാലയത്തിൽ വന്ന് പുരോഹിതനെ കണ്ട് പുരോഹിതൻ ചെക്ക് ചെയ്യണം. ആ കുഷ്ഠരോഗം മാറിയെന്ന് പുരോഹിതന് ബോധ്യപ്പെട്ടാൽ ചില യാഗങ്ങളൊക്കെ കഴിച്ച് അവന് ആചാരപരമായ ചില വിശുദ്ധികൾ പുരോഹിതൻ കൽപ്പിച്ച് പുരോഹിതൻ സർട്ടിഫൈ ചെയ്താലേ പിന്നെ വീട്ടിൽ പോകാനൊക്കത്തുള്ളൂ, സമൂഹത്തിൽ വരാനൊക്കത്തുള്ളൂ, പള്ളിയിൽ പോകാനൊക്കത്തുള്ളൂ. എന്തൊരു ഭീകരമായിരുന്നു അന്നത്തെ കുഷ്ഠരോഗികളുടെ അവസ്ഥ എന്നൊന്ന് ഓർത്തു നോക്കി. ഇന്നും കുഷ്ഠരോഗികളുടെ കോളനികളുണ്ട്, കേരളത്തിലുണ്ട്. എനിക്കൊരു സ്ഥലത്തറിയാം. അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുക. അവരെ തൊടുന്ന അശുദ്ധിയൊന്നും നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും അവരിന്ന് മാറിയ പാർക്കുന്നത്. എന്തൊരവസ്ഥയാണ്, ഭീകരമായ അവസ്ഥ. ഇവിടെ നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുവീൻ എന്ന് യേശു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് സൗഖ്യമായിട്ടില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു പാഠം കർത്താവ് കൊടുക്കുക. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളും ഒക്കെ ഇതെടുക്കണം, പ്രതിസന്ധിയിലുള്ളവരിതെടുക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുക. കർത്താവിൻ്റെ അടുക്കലല്ലേ വന്നത്. കർത്താവ് പറഞ്ഞു, നീ പൊക്കോ, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ പുരോഹിതൻ്റെ അടുത്തോട്ട് പൊക്കോ. പക്ഷേ അപ്പോഴും കയ്യിൽ ശരീരത്തിൽ ഒക്കെ രോഗം ഇരിക്കുക. കർത്താവിൻ്റെ വാക്ക് ഒരാൾ ഏറ്റെടുത്ത് സ്റ്റെപ്പ് വെച്ചാൽ ലജ്ജിക്കത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ഒരു രോഗത്തിനോ പ്രയാസത്തിനോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറിയില്ലെന്നല്ല പറയേണ്ടത്, ഞാൻ സൗഖ്യമായി. നോക്കൂ, ഈ കുഷ്ഠരോഗികൾ ഇപ്പോൾ പോകുന്നത് രോഗികളായിട്ടല്ല, സൗഖ്യമായവരെ പോലെ. അപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെയും രോഗിയായിട്ടല്ല നമ്മുടെ മനസ്സിരിക്കേണ്ടത്, സൗഖ്യമായി. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുന്നു, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവണ്ണ് വീണ് അവന് നന്ദി പറഞ്ഞു. നമ്മുടെ വിഷയത്തിലേക്ക് ഇവിടെ നമ്മൾ വരുന്നു. ഈ 10 പേരവിടെ ഉണ്ടായിരുന്നു. ഒരുവൻ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നില്ല. വഴിയിൽ വെച്ച് തന്നെ നോക്കുമ്പം കുഷ്ഠരോഗ സൗഖ്യമായി, ശുദ്ധരായി. ഈ വ്യക്തി ഇത് കണ്ട് നിലവിളിച്ചോടി യേശു നിന്നിടത്തേക്ക് ഓടി വരിക. ഇവരെവിടായിരുന്നു? ഇവർ പട്ടണത്തിൻ്റെ വെളിയിലായിരുന്നു. ഇവരെവിടായിരുന്നു? പട്ടണത്തിലെ വേസ്റ്റൊക്കെ ഇടുന്ന ചണ്ടിക്കൂമ്പാരം പോലുള്ള സ്ഥലത്തായിരുന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ആരും ചെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ നമ്മൾ കൂട്ടായ്മയിലേക്ക് വരണം, ദൈവമക്കളുടെ അടുക്കലേക്ക് വരണം, കർത്താവിൻ്റെ സന്നിധിയിൽ വരണം. നമുക്ക് കിട്ടിയ വിടുതലുമായി എൻ്റെ പഴയ പ്രശ്നമൊന്നും ആരും അറിയണ്ട, സമൂഹത്തിൽ മാന്യനാകാം, അതല്ല ശരിയായ ആറ്റിറ്റ്യൂഡ്. നമ്മൾ സാക്ഷ്യം പറയുന്നത് കർത്താവിന് എന്തോ കിട്ടാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ബ്രദറെ പ്രാർത്ഥിക്കണേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കർത്താവിനെ കണ്ട് കിട്ടുമോ? നമ്മൾ സാക്ഷ്യം പറയുന്നത് കർത്താവിന് വേണ്ടിയല്ല, അനേകരുടെ അനുഗ്രഹത്തിന്. അതുപോലെ മുൻപ് ഒരിക്കലൊരു വലിയ വിടുതൽ പ്രാപിച്ച ഒരു കുടുംബം, അവർക്ക് വീണ്ടും മറ്റൊരു പ്രശ്നം വന്നു. അവർ ആ വിടുതൽ പ്രാപിച്ചു പോയി. അവരൊരിക്കലും കൂട്ടായ്മയിൽ വന്നില്ല, പിന്നെ വന്നില്ല. അവർ കാര്യങ്ങൾ അങ്ങനെ പോയി. അവർ പിന്നെ മറ്റൊരു വിഷയം ഉണ്ടായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, പണ്ട് ആ വലിയ വിടുതൽ കിട്ടിയതിന് ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇനി ദൈവം തന്നതാണോ ഇതെന്നുള്ള നിലയിലാണ്. ഇതാ വാസ്തവത്തിൽ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തെ നമ്മൾ അറിയണം. നമ്മളൊരു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് അടുത്ത പ്രശ്നം ഇടുന്നയാളല്ല കർത്താവ്. ഒരു പ്രതിസന്ധിയുടെയും ഓദർ കർത്താവല്ല. നമ്മൾ സാക്ഷ്യം പറയുന്നതോ സുവിശേഷ വേല ചെയ്യുന്നതോ അടുത്ത രോഗം കർത്താവ് എനിക്ക് തരരുതെന്ന് പേടിച്ചിട്ടല്ല. നമ്മൾ സ്തോത്രകാഴ്ച ഇടുന്നതോ കർത്താവിനെ കൊടുക്കുന്നതോ, ചിലർ ദൈവത്തെ സേവിക്കുന്നത് ദൈവം എനിക്ക് വേറെ വിഷയമൊന്നും വഴിക്കുണ്ടാക്കരുത്, അതുകൊണ്ട്
ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തങ്ങ് മാറ്റി നിർത്തേക്കാം. നമുക്ക് ദൈവത്തെക്കുറിച്ച് വളരെ വികലമായൊരു ധാരണയാണ്. ദൈവം നല്ലവാനാണ്, സ്നേഹവാനാണ്. നമ്മൾ സാക്ഷ്യം പറയുമെന്ന് കണ്ടിട്ടല്ല, നമ്മൾ നന്ദി പറയുമെന്ന് കണ്ടിട്ടല്ല, നമ്മൾ കൂട്ടായ്മ വരുമെന്ന് കണ്ടിട്ടല്ല. ഞാൻ എന്നോട് ഇങ്ങനെ സംസാരിച്ച വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, നിങ്ങൾ പറയുന്നു ഇനി നേരത്തെ സൗഖ്യം കിട്ടിയിട്ട് കൂട്ടായ്മ വന്ന് നന്ദി പറയാഞ്ഞിട്ടാണോ, സാക്ഷ്യം പറയാഞ്ഞിട്ടാണോ പിന്നെയും ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്നതെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല യേശു. കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കാൻ വാളും വടിയുമായി ഗെത്സമനാ തോട്ടത്തിലേക്ക് പട്ടാളക്കാരെ അയച്ചു, പുരോഹിതന്മാരും മറ്റും. യൂദായാണ് അവർക്ക് വഴി കാണിച്ച് കർത്താവിനെ കാണിച്ചു കൊടുത്തത്, യേശുവിൻ്റെ ശിഷ്യൻ. യൂദാ വന്ന യേശുവിനെ ചുംബനം കൊടുത്താണല്ലോ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വായിക്കുന്നു, യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായ പത്രോസ് വാളൂരി ഈ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടിയത് നമുക്കറിയാം, കൊല്ലാനായിരിക്കും വെട്ടിയത്. പക്ഷേ അന്നേരത്തെ ആ പരാക്രമത്തിലോ വെപ്രാളത്തിലോ ആയിരിക്കും വെട്ടി ചെന്ന് കൊണ്ടത് ഈ പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവി അറുത്ത് താഴെ വീണു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഈ മനുഷ്യനായിരുന്നിരിക്കും യേശുവിനെ പിടിക്കാൻ വന്ന ആൾക്കാരുടെ ലീഡർ. ഈ മനുഷ്യനായിരിക്കും യേശുവിനെ ചീത്ത വിളിച്ചത്, വേണ്ടാത്തൊക്കെ പറഞ്ഞു. നിങ്ങളാണല്ലേ യേശു, നിങ്ങളെ എന്തെല്ലാം പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ പത്രോസ് മറ്റാരെയും വെട്ടിയില്ല, ഈ ആളെ വെട്ടി. അപ്പോൾ തന്നെ ഏറ്റവും വേണ്ടാത്തത് പറഞ്ഞ് തന്നെ പിടിക്കാൻ വന്ന ഗ്രൂപ്പിൻ്റെ ലീഡർ, തനിക്ക് നേരെ ആക്രോശിച്ച ശത്രുവായി വന്ന ആ മനുഷ്യനൊരു പ്രശ്നം വന്നപ്പോൾ കർത്താവിന് മനസ്സലിയുക. അവൻ്റെ വേദന കണ്ടപ്പോൾ, ശത്രുവിൻ്റെ വേദന കണ്ട് മനസ്സലിയുന്ന കർത്താവിനെയാണ് ഞാൻ ഈ തിരുവചനത്തിൽ നിന്ന് ഗ്രഹിച്ച്. തിരുവചനത്തിൽ നിന്ന് മാത്രമല്ല, എൻ്റെ ഇതുവരെയുള്ള ശുശ്രൂഷയിലും ജീവിതത്തിലും ഞാൻ ഗ്രഹിച്ച യേശു അതാ. ആ യേശുവിനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാൻ എനിക്കിഷ്ടമുണ്ട്. ഒരു വിടുതൽ കിട്ടി, ആ വിടുതൽ സാക്ഷ്യം പറഞ്ഞില്ല, ആരാധനയ്ക്ക് വന്നില്ല, സഭയെ വന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം തലയിലിടുന്ന ആളല്ല. നമ്മൾ തിരിച്ചു വന്നൊരു സാക്ഷ്യം പറയുമ്പോൾ, ഒരു നന്ദി പറയുമ്പോൾ കർത്താവിന് എന്തോ കിട്ടുകയല്ല, നമുക്ക് തന്നെ അത് അനുഗ്രഹം. കൂട്ടായ്മയിൽ തിരിച്ചു വരുമ്പോൾ ഞാനും തന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങളെ കർത്താവ് സ്പർശിച്ചതാണോ, വിടുവിച്ചതാണോ, ഒരു രോഗസൗഖ്യം തന്നാണോ, കുടുംബത്തിലൊരു വിടുതൽ തന്നാണോ, യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കണം. കിട്ടിയ വിടുതൽ അനേകരോട് പങ്കിടണം. ഒരു കൂട്ടായ്മയിൽ കടന്നു പോകണം, കർത്താവിൻ്റെ സാക്ഷിയാണ്. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കമണ്ണ് വീണ് അവന് നന്ദി പറഞ്ഞു. ഇതുപോലുള്ള ചില സീനുകൾ കഴിഞ്ഞ പല മീറ്റിങ്ങിൽ, TV പ്രേക്ഷക മീറ്റിംഗ് കണ്ടു. സൗഖ്യമായ ചില സഹോദരിമാർ തുള്ളിച്ചാടി യേശുവേ നന്ദി എന്നും പറഞ്ഞ് തുള്ളിച്ചാടുന്ന അനുഭവങ്ങൾ, സാക്ഷ്യം പറയുന്നത്. അവനോ ശമരിയക്കാരനായിരുന്നു, എന്ന് പറഞ്ഞൊരു യഹൂദനല്ലായിരുന്നു. ഉടനെ കർത്താവ് പറയുക, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, നീ പൊക്കോ, സൗഖ്യമായി പൊക്കോ, ബാക്കി 9 പേർക്കും പോയ കുഷ്ഠരോഗം പിടിക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞു. ഒരിക്കലും യേശു അങ്ങനെ ചെയ്യത്തില്ല. ദൈവ സ്നേഹവാനാണെന്ന് ഇവിടെ വെളിപ്പെടുത്താനാണ് അവിടുന്ന് മാംസം ധരിച്ചിവിടെ വന്നത്. യേശു ഒരു വിഭാഗത്തിൻ്റെ ദേവനല്ല, നമ്മളുടെ ഏവരുടെയും മൂക്കിൽ ശ്വാസമൂതിയ ദൈവം തമ്പുരാന്. ആ ദൈവം പിതാവാണ്, ഒരമ്മയേക്കാൾ സ്നേഹിക്കുന്നതാണ്. ഒരമ്മ മറന്നാലും ഞാൻ മറക്കത്തില്ല എന്ന് തിരുവചനത്തിൽ പറഞ്ഞ ദൈവം, ഈശ്വരൻ, എന്തോ ഈ സൃഷ്ടിതാവായ ദൈവത്തെ വിളിക്കുന്ന ആ ദൈവം നമ്മുടെ അമ്മയാണ്, നമ്മുടെ അപ്പനാണ്, നമ്മുടെ അപ്പായാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മ നമ്മൾ ചെയ്തു, അവരത് മറന്നാലും നമ്മൾ തിരിച്ചവൻ്റെ തലയിൽ പ്രശ്നം ഇടുമോ? ഒരിക്കലുമില്ല. മാനവജാതിയുടെ പിതാവാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരൂപത്തിൽ ഇവിടെ വെളിപ്പെട്ടു നമുക്ക് മനസ്സിലാകുക. അതാ കർത്താവായ യേശു.
പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രാപിച്ചവരോട് ഞാനൊരു കാര്യം പറയാം. കർത്താവിൻ്റെ സാക്ഷിയാകണം, ദൈവമക്കളുടെ അടുക്കൽ വരണം. നമ്മൾ എബ്രായ ലേഖനം 11 മോശയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വചനമുണ്ട്. താൻ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ദൈവജനത്തോടു കൂടെയുള്ള അവിടെ അനുഭവിക്കുന്ന പീഡനവും കഷ്ടവും താൻ ശ്രേഷ്ഠമെന്നെണ്ണി. ദൈവത്തിൻ്റെ മക്കളെ, ഒരാൾ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ വിടുവിച്ച, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരും ദൈവമക്കളും ആ കൂട്ടായ്മയിൽ കടന്നു വന്ന് എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു എന്നൊരു സാക്ഷ്യം പറയണം. ആ 9 കുഷ്ഠരോഗികളും സൗഖ്യമായപ്പോൾ ആ പുരോഹിതൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടാൻ, സമൂഹത്തിലൊന്ന് ചെല്ലാൻ, ആളാകാൻ അവർ കൊതിച്ചു. പക്ഷെ ഒരുവൻ മാത്രം ഓടി മടങ്ങി വന്നു. യേശു ഇപ്പോഴും ഇവിടെ പാളയത്തിന് പുറത്താണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13 പറയുന്നത്, നാം അവൻ്റെ നിന്ന ചുമന്ന് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. നമ്മളും പാളയത്തിന് പുറത്തായിരുന്നു. പാളയത്തിന് പുറത്ത് ഇന്നും ഭ്രഷ്ടരായി തകർന്നവരായി 10,000 കിടക്കുകയാണ്. അവിടെ ചെല്ലണം. എൻ്റെ വിടുതലുമായി ഞാൻ നല്ല സ്റ്റാറ്റസ് ഉള്ളിടത്ത് പോവുകയല്ല. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ പരസ്യസ്ഥലത്ത് നിന്ന പാത്രമായി നഗ്നനായി ക്രൂശിക്കപ്പെടാൻ തയ്യാറായെങ്കിൽ കർത്താവിൻ്റെ സാക്ഷിയായി 10 പേരെ അറിയട്ടെന്നേ. ഒതുക്കത്തിൽ ഒരു ഒളിവ് സാക്ഷിയായിട്ടല്ല, പരസ്യ സാക്ഷിയായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ മാടി വിളിക്കുന്നു. ഇനി നമ്മൾ സാക്ഷിയായില്ലേ, അതുകൊണ്ട് കർത്താവ് അടുത്ത പ്രശ്നം തലയിലിടത്തില്ല. യേശുവിനെ നിന്ദിക്കേണ്ട നമുക്ക്. അവിടുത്തെ സ്നേഹം മാറാത്തതാണ്. നമ്മൾ വീണ്ടും ചെന്നാലും കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. പ്രശ്നങ്ങൾ ഇടുന്നത് പിശാച, തകർച്ച കൊണ്ടിരുന്ന സാത്താന. നമുക്ക് ദൈവസ്നേഹത്തെ രുചിച്ചറിയാം, കർത്താവിൻ്റെ സാക്ഷികളാകാം. എനിക്കറിയാം, വചനം നിശ്ചയമായിട്ട് നമ്മളെ ഒരു മാനസാന്തരത്തിലേക്ക് നടത്തുന്നുണ്ട്. കർത്താവെ സോറി എന്ന് പറയുവാൻ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കർത്താവ് ചെയ്ത നന്മകളൊന്നും ഓർക്കാം. നമുക്ക് ആർക്കെങ്കിലും പിറുപിറുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാലത്ത് എന്നെ ഒന്ന് വിടുവിച്ചാൽ മതിയെന്നും കൊണ്ടിരുന്ന ദൈവമക്കൾ സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ, കർത്താവ് നടത്തിയ വഴികൾ മറക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയം വേദനിക്കുക. നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് വരാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഇനിയും സൗഖ്യങ്ങൾ നടക്കും, വലിയ വിടുതലുകൾ നടക്കും. അവിടത്തേക്ക് സൗഖ്യമാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, രോഗം തരാൻ അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ വചനമാണ് ഞങ്ങൾ കേട്ടത്. കർത്താവിന് നന്ദി. കർത്താവിന് നന്ദി യേശുവേ. ഞങ്ങളെ വിടുവിച്ചതിനായി നന്ദി. ഞങ്ങളാരും ഒരു യോഗ്യതയുമില്ലാത്തവരായിരുന്നു. ഇന്ന് കർത്താവ് ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെയും അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവ് കൊടുത്ത വിടുതൽ മറച്ചു വെക്കാതെ അനേകരുടെ മുമ്പിൽ സാക്ഷിയാകാനും കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുവാനും ഞങ്ങളെ വിടുവിച്ച കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ഓരോ മക്കളെ സഹായിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളായി എന്നെ കേൾക്കുന്നവരുടെ മേൽ അങ്ങയുടെ അത്ഭുതകരം നീളുന്നതിനായി സ്തോത്രം. കൈകളൊക്കെ വ്രണം പോലിരിക്കുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. ശരീരം ഡ്രൈ ആകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. ശബ്ദം വെളിയിൽ വരാത്ത അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. ഹാർട്ട് ബ്ലോക്കുകൾ, മുഴകൾ, പ്രതിസന്ധികൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. കുടുംബ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. യേശുവേ, കർത്താവ് ചെയ്തതാണെന്ന് ദുഷ്ടൻ തെറ്റിദ്ധരിപ്പിച്ച് ചില രോഗങ്ങൾ വ്യക്തികളിലിട്ടിരിക്കുന്നു. കർത്താവ് ആർക്കും രോഗം കൊടുത്തിട്ടില്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ. സാത്താൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. അസമാധാനം മാറട്ടെ. വിടുതലാകട്ടെ. കർത്താവിൻ്റെ കരം നീട്ടി വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ മഹാകൃപയിൽ നമ്മെ സൂക്ഷിക്കും. All blessings in Jesus' name. Amen.